ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ കട്ടപ്പനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ പെരും മഴയാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അടിപൊളി മഴയാണ് കേരളത്തിലെമ്പാടും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആശിച്ച് മോഹിച്ച് കട്ടപ്പനയ്ക്ക് പോകാനിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കുട്ടിക്കാനൊക്കെ വന്നപ്പം മഞ്ഞ് മഴയോ മഴ എന്ന് പറയുന്ന പോലെ ഇത് കുറച്ചൊന്നും തെളിഞ്ഞാണെന്ന് ഏലപ്പാറ ആ ഒരു ഭാഗമൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ എനിക്ക് എന്ത് പറഞ്ഞാൽ ഈ ഒരു വഴി വരുമ്പോൾ എന്നും ഭയങ്കര പുതുമയുള്ള കാഴ്ചകളും അനുഭവങ്ങളും എക്സ്പീരിയൻസൊക്കെയാണ്. അപ്പോൾ എനിക്കെപ്പോഴും അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ വീഡിയോയിലൊന്ന് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം മറ്റാരും കണ്ടില്ലെങ്കിലും എനിക്കിതൊക്കെ പിന്നീട് എടുത്തിട്ട് കാണുമ്പോൾ ഭയങ്കര വൈബാണ് കേട്ടോ. അപ്പോൾ ഇതേ പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയാണ്, ഇടയ്ക്കൊന്ന് മാറും വീണ്ടും പെയ്യും. അപ്പം നമ്മൾ വന്ന വണ്ടി ഞാൻ പണ്ട് എന്താ പറയുക, ഇപ്പം ജോലിക്ക് ഇവിടെ പോകാൻ തുടങ്ങിയിട്ട് നമുക്ക് ഷോപ്പിൽ പോകാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷം മുമ്പ് വരെ ഞങ്ങൾക്ക് ടൈമിങ് 9:15 അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വണ്ടിയാണിത്. അറാഫ. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് അപ്പൂസ് എന്നാക്കിയിട്ടുണ്ട്. അറാഫയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൂസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഡ്രൈവർ വിനോദേട്ടനും എല്ലാവരും നമ്മൾ നല്ല കമ്പനിയാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോയൊരു വൈബായിരുന്നു. നമ്മുടെ സ്വന്തം ഫോൺ ഓണാക്കി നമുക്ക് പാട്ടൊക്കെ വെച്ച് നമ്മുടെ തന്നെ ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് യാത്ര അടിപൊളിയായിരുന്നു. നമുക്ക് അത്ര നേരത്തെ മണിക്കൂറത്തെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് തോന്നിയില്ല. അപ്പോൾ കട്ടപ്പനയിൽ വന്നു, കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ പാല് കാര്യങ്ങളൊക്കെ വാങ്ങി, എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ ഞാൻ ഉപ്പേരിയും കളിയടക്കയാണ് വാങ്ങിച്ചത്. അപ്പോൾ കുഞ്ഞ് ഷൂട്ട് ചെയ്താണ് കേട്ടോ ഇത്. അതാണ് ഇങ്ങനെ ഭയങ്കര ബ്ലറായത്. അപ്പോൾ നമ്മളൊരു ഓട്ടോ ഒക്കെ പിടിച്ച് വീട്ടിലെത്തി. കുഞ്ഞ് ആദ്യം തന്നെ ഓടി സച്ചുമാമനെ കാണാനായിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ സനുവും അതുപോലെ തന്നെ ചിറ്റയൊന്നും അവിടെ ഇല്ല, എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ട് വരുന്നതേ ഉള്ളൂ. സനു പാർട്ട് ടൈമായിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടുക്കിയിൽ പൊതുവെ എല്ലാവരും അങ്ങനെയാണ്, പഠനവും ജോലിയുമൊക്കെ വളരെ ചെറുപ്പത്തിലേ തൊട്ട് അവരങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതേ നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വന്നു. 4 മണി, ജസ്റ്റ് 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. സച്ചു മാത്രമേ ഇവിടെ ഉള്ളൂ. ചിറ്റപ്പനും ചിറ്റയും സനു ഒക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ വന്ന ഉടനെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മത്തങ്ങക്കറി ഉണ്ടായിരുന്നു, പിന്നെ നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അത് 3 കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് പിടിപിടിച്ചു. നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കഴിപ്പ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം നല്ല വിശപ്പായിരുന്നു. കാരണം നമ്മളങ്ങനെ വണ്ടിയിലിരുന്ന് കഴിക്കുമോ, കാരണം ലോങ് ആയിട്ട് നമുക്കൊരു 4 മണിക്കൂറോളം വരേണ്ടതാണ്. രാവിലെ അന്നേരം വലുതായിട്ട് നമ്മൾ കഴിക്കൂല, നമുക്കങ്ങനെ ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നത്തില്ല. വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെന്തായാലും അത് ഒഴിവാക്കും. കുഞ്ഞിക്ക് ഞാൻ ചെറിയ സ്നാക്സൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് കൊടുത്തായിരുന്നെങ്കിലും കുഞ്ഞ് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. കാരണം ഒരുപാട് കഴിക്കാൻ ഇങ്ങനെ യാത്രയുടെ ഇടയിൽ കൊടുക്കാൻ എനിക്കും ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഇതേ കുഞ്ഞിക്കും ചോറൊക്കെ കൊടുക്കുകയാണ്. മാങ്ങ അച്ചാർ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി കഴിക്കുന്നുണ്ട്. മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.